ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ഒക്കെ രക്ഷിതാക്കൾ അച്ഛന്റെ പ്രതികരണത്തിലേക്ക് ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ട CBI ആദ്യം സംസ്ഥാന ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോൾ CBI ക്രൈംബ്രാഞ്ച് വന്നു. ക്രൈംബ്രാഞ്ചിന് ഉദ്യോഗസ്ഥന്മാരെ ഒന്നൊന്ന് മാറ്റിക്കൊണ്ടിരുന്നു. 3 ആളെ മാറ്റി. രണ്ടാമത് തൃപ്തിയല്ലാതെ ഹൈക്കോടതിയിൽ പോയി CBI അന്വേഷണം ആവശ്യപ്പെട്ടു. CBI അന്വേഷണം മുനിസിപ്പാലിറ്റി വക്കീൽ ഏറ്റെടുത്തു. നമ്മളെ കേസ് മുനിസിപ്പാലിറ്റി വക്കീലെ ആ കേസ് മുമ്പോട്ട് കൊണ്ടുപോയി സുപ്രീം കോടതി വരെ എത്തിച്ചു. CBIക്ക് എത്തിച്ചതിന് കൊണ്ട് ഇപ്പോൾ 14 പേരെ സൃഷ്ടിച്ചതിൽ നേതാക്കന്മാർ പെട്ടു. ഈ കൂടാലയിൽ പങ്കെടുത്ത് എല്ലാം ഇത് ഒത്താശ ചെയ്ത് കൊടുത്താൽ ഈ KV കുഞ്ഞിരാമെന്ന് പറഞ്ഞ വീട്ടിൽ പോയി സ്വന്തം ഭാര്യ പിതാവിൻ്റെ ഭാര്യയുടെ മൊഴി മാറ്റി പറയാൻ ഇതൊക്കെ ആളാണ് പിതാവ്. അതുപോലെ ഇവർ കുട്ടികളെ വസ്ത്രങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി വെളുത്തുള്ളി പോയി വെളുത്തുള്ളി കത്തിച്ച് കളഞ്ഞതാണ്. വെളുത്തുള്ളി മണിയാണ് ഇത് കത്തിക്കാനും കൂട്ടുന്നത്. പിന്നെ ബാക്കി ഇവർക്ക് 14 വകി ഗവൺമെന്റ് വക്കീലായിട്ട് അന്വേഷിച്ച് ഞങ്ങൾ അത് മുമ്പോട്ട് പോകും. ഗവൺമെന്റ് വക്കീൽ ആലോചിച്ചിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കോടതി വെറുതെ വിട്ടവരെയും ശിക്ഷിക്കണം എന്ന നിലപാടാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും പിതാവ് അച്ഛന്മാർ പറയുന്നത്. രാജ്ഭവൻ കൂടാലോചന ചെയ്തവര് നമ്മള് ഇവിടെ CBI അറസ്റ്റ് ചെയ്ത് കുറച്ച് ആൾക്കാർ അവരെ പിന്നെ എന്ന് പറഞ്ഞാൽ അവരെ വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ നമുക്ക് തൃപ്തിയില്ല. കൂടാലോചന ചെയ്ത ഇതിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് റിമാൻഡിൽ കഴിഞ്ഞ ആൾക്കാർ വെറുതെ പോകുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിൽ കോടതി വന്ന 14 പേരിൽ കുറ്റം തെളിഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. 14 പേരിൽ ഗൂഢാലോചനയും കൊലപാതക കുറ്റം തെളിഞ്ഞതായിട്ട് ബോധ്യപ്പെട്ടുമല്ലോ. അത് കോടതി പറഞ്ഞല്ലോ. അതിന് വളരെയധികം തൃപ്തരാണ്. കാരണം അത് തെളിയിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഗൂഢാലോചനയിൽ കുറച്ചാൾ രക്ഷപ്പെട്ടത് അത് അത്ര നമുക്ക് സുഖമുള്ള കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ പ്രോസിക്യൂട്ടറായിട്ട് ഇങ്ങനെ ആലോചിച്ച് മുമ്പ് ഇവന് വരുന്ന വഴികളൊക്കെ നമുക്ക് ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിക്കും. അത് PPI ആയിട്ട് ആലോചിച്ച് നമ്മൾ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ച് അതിൻ്റെ നിയമവശം നോക്കി ബാക്കി തുടർന്നുകൊണ്ടുള്ള നമ്മൾ ആലോചിക്കും. അല്ല പക്ഷേ ഈ അപ്പീൽ പോവും. മറ്റേ നമ്മൾ PPI ആയിട്ട് അതായത് പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിക്കും. നിയമവശങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷം നമ്മൾ മുമ്പോട്ട് നീങ്ങുന്നതായിരിക്കും. കാരണം ഇതുവരെയും നമ്മൾ നിയമപോരാട്ടത്തിന് പിന്നിലായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുന്നതിൽ വലിയ ദുഃഖമുണ്ട്. പക്ഷേ നേരെ മറിച്ച് കോടതി കുറ്റക്കാരെ കണ്ടെത്തിയതിൽ കൊലപാതക കുറ്റം തെളിയിക്കാൻ പറ്റിയതിൽ ഈ 14 പേർക്കെതിരെ കൊലകുറ്റം പിന്നെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയതില്ല. ഈ സന്തോഷം അല്ല, ഒരു കൃതജ്ഞതയുണ്ട്. ആ കോടതിയിൽ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ അവർ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കും വരെ ഞങ്ങൾ പോരാട്ടം നടത്തും. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പറയാൻ ഇതാണ് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും അച്ഛന്മാരുടെ പ്രതികരണം.